നമ്മുടെ കൂട്ടത്തിൽ മച്ചാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേര് മച്ചാൻ വർഗീസ് എന്ന് ആക്കിയത്. സിദ്ദിഖ് ലാൽ സാർ അവർ രണ്ടുപേരും കൂടിയാണ് ആ പേരിട്ടത്. അപ്പം മാഷയെന്ന് വിളിക്കുന്ന രണ്ടുപേരാണ് ഗുരു സ്ഥാനത്ത് കാണുന്ന. എന്റെ മാഷ് വിടുവെന്ന് നിൽക്കണ. പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ പൊളിച്ചും പണിതൊക്കെയാണ് ഇത് ആക്കിയെടുത്തത്. ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് നേരെ എല്ലാവരും വന്ന് ആദ്യം നോക്കുന്നത് ഇവിടെ ആയിരിക്കും. ഞാൻ ആദ്യം നോക്കിയപ്പോഴേ ഈ ഫോട്ടോയാണ് എനിക്ക്. അത് പണ്ട് മണിച്ചേട്ടനൊക്കെ ആയിട്ടൊരു പടമാണ്. അപ്പൻ്റെ വില മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് 30 എന്നുള്ള ചടങ്ങുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ തിരക്കിനിടെ ഞാൻ പറഞ്ഞു, ചേച്ചി എന്താ മോനെ കഴിക്കാൻ വേണ്ട? അതല്ല, ഞാൻ മച്ചാൻ്റെ മോനാന്ന് പറഞ്ഞ സാമ്പാറൊക്കെ വെച്ച് വെച്ചിട്ട് ഒറ്റ കരച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അത് അവരുടെതായിട്ടുള്ള സിങ്ക് ഭയങ്കര ഈ നമ്മളെ നാട്ടുകാരോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്, സുറുമ ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ പേര് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ഫേമാണ്. അപ്പൊ സുറുമ എന്റെ മോളുടെ പേരാണല്ലോ. ഞങ്ങള് അപ്പൊ ഹോസ്പിറ്റലിൽ 12 ലക്ഷം രൂപ. അപ്പൊ സംഘടന, ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു സംഘടന എന്തിനാണ് അവർ ചെയ്യണം, പക്ഷേ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ സമയത്ത് ഇപ്പൊ ദിലീപേട്ടൻ, മമ്മൂക്ക, ഒരുപാട് പേര്, അശ്വനങ്ങൾ ഒരുപാട് പേര് ആ സമയത്ത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ 2.5 ലക്ഷം രൂപ ഇല്ലായ സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ചില ആൾക്കാർ സംഘടനയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയണത്. 150ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പടമായിട്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഒരു 6 വർഷം മുമ്പ് വരെ ഒപ്പനെ ഇനാഗ്രേഷൻ ചോദിച്ചു ഒരാൾ വിളിച്ച് അമ്മേനെ വിളിച്ചു. ഈ ഒരു ഫീൽഡ് നേരത്തെ വന്നതിനെക്കാട്ടും വരും ഒരു പേരുണ്ടാക്കാൻ നിലനിന്ന് പോവാന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ഇക്കണക്കിന് കുന്തിരിക്ക കൊടുക്കാൻ പറഞ്ഞ കുന്ത ഒരുക്കി കൊണ്ടുവരുമല്ല. ഈ മരപ്പട്ടിനാണ് ഞാൻ കരിപ്പട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. ഹായ് ഹലോ, ഞാനിപ്പം കൊച്ചി എളമക്കരയിലാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള ആളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, റോബിൻ മച്ചാൻ ചേട്ടൻ, നമ്മുടെ മച്ചാൻ വർഗീസിന്റെ മകനാണ്. ആൻഡ് ഇപ്പോഴും ഇല്ലേ, ഞാൻ എപ്പോഴും ആളുകൾ ഇന്റർവ്യൂവിന്റെ താഴെയൊക്കെ എപ്പോഴും കമന്റ് വരുന്നതാണ്, എന്താ ഈ മച്ചാൻ എന്ന പേര് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ടാവും. ഇപ്പൊ നമ്മുടെ വീടിന്റെ പേരോട് തന്നെ മച്ചാൻസ് എന്നാണ്. ആൻഡ് ഇപ്പൊ റോബിൻ മച്ചാൻ അച്ഛന്റെ പേരോട് കൂടി ഇപ്പൊ മച്ചാൻ വർഗീസ് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. എന്താണ് ഈ മച്ചാൻ? അത് കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അപ്പയുടെ ശരിക്കുള്ള പേര് ML വർഗീസ് എന്നാണ്. ML വർഗീസ് എന്നാണ്. അപ്പൊ അത് ഫസ്റ്റ് സിദ്ദിഖ് ലാൽ സാർ അവരുടെ ഒപ്പം ആണ് പടങ്ങളിൽ വരുന്നത്. കാബൂളിവാല, മന്നാർ മത്തായി സ്പീക്കിംഗ്, ഇതെല്ലാം വരുന്നത്. ഒരാള് ഇവിടെ ഉണ്ട്, ഒരു ഗസ്റ്റും കൂടെ. അപ്പൊ സിദ്ദിഖ് സാറ് അവർ രണ്ടുപേരും കൂടിയാണ്. അപ്പൊ എല്ലാവരും കയറി മച്ചാനെന്ന് വിളിക്കും. കൊച്ചിക്കാരുടെ ഒരു സ്ലാങ് ഉണ്ടല്ലോ. അപ്പൊ അത് വിളി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മുടെ കൂട്ടത്തിൽ മച്ചാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേര് മച്ചാൻ വർഗീസ് എന്ന് ആക്കിയത്. സിദ്ദിഖ് ലാൽ സാർ അവർ രണ്ടുപേരും കൂടിയാണ് ആ പേരിട്ടത്. അപ്പൊ മാഷയെന്ന് വിളിക്കുന്ന രണ്ടുപേരാണ് ഗുരു സ്ഥാനത്ത് കാണുന്ന. ഞാനൊരു പടത്തിൽ അഭിനയിച്ച ഞാൻ പടത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് അതില് സിദ്ദിഖ് ലാൽ സാറിന്റെ ഒപ്പം ഞാൻ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ അപ്പനെ കൊണ്ടുവന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ വരാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മച്ചാൻസിന്റെ പേര് അങ്ങനെ അപ്പയുള്ളപ്പോ തന്നെ ഇട്ടാണ് ആ പേര്. ആദ്യം ചില ഇപ്പൊ അശോനങ്ങളുടെ വീടിന്റെ പഞ്ചാബി ഹൗസ്, നമുക്ക് ലേബല് കിട്ടിയൊരു ഇതാണല്ലേ. ശരി അനിയത്തിയുടെ മോനാണ്, പരിചയപ്പെട്ട ആള് തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഒരു സ്വപ്നമാണത്. ഇപ്പൊ എല്ലാ കലാകാരന്മാരും വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു 90% ഒരു ഫസ്റ്റ് ഒരു കാറ് മേടിക്കുക, വീട് മേടിക്കുക, സെറ്റിൽഡ്. അതാണ് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഭയങ്കര ആഗ്രഹിച്ചു പെടുന്ന ഒരു വീടാണ്. ഒരു 2-3 വർഷം എടുത്തു പണിയാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് കയറിയാലോ? തീർച്ചയായിട്ടും. ചേട്ടാ, ഈ വീട്ടിലെ നമ്മൾ ഈ വഴി ആര് പോയാലും ഈ വീടൊന്ന് നോക്കും, അത്ര ഒരു തലയെടുപ്പുണ്ട് ഈ വീടിന്. അത് നേരെ കിടക്കുന്ന ഒരു സ്ഥലമാണത്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷേപ്ഡ് അല്ല ഈ സ്ഥലം കിടക്കുന്നത്. പിന്നെ ആർക്കിടെക്ട് ഗഞ്ചിച്ചേട്ടൻ, ഈസ്റ്റ്മാൻ ചേട്ടൻ്റെ ഒരു മകനാണ്. പുള്ളിക്കാരൻ പണ്ട് നാടകത്തിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാവുന്ന. പുള്ളി എറണാകുളത്ത് വെക്കുന്ന ആദ്യത്തെ ഒരു വീടാണ്. അതുകൊണ്ട് ആളുടെ ആഗ്രഹം മൊത്തം ഈ വീട്ടിലോട്ട് പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറെ പൊളിച്ചും പണിതൊക്കെയാണ് ഇത് ആക്കിയെടുത്തത്.
അത് വീട് പണിയുമ്പോൾ അറിയാം. സത്യം. അതിന്റെ ഇവിടുത്തെ വിൻഡോസ് ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഈ വിൻഡോസാ, കാരണം ഭയങ്കര റെയർ ആയിട്ടാ കണ്ടിട്ടില്ലേ, കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷ് ടച്ച്. അല്ല, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ് കൊടുത്തത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കുറച്ച് പുല്ല് കാര്യങ്ങള് ലോൺ ഒക്കെ പുറത്ത് ഉണ്ടായിരുന്നു. അത് ചിലപ്പോ ചില സമയത്ത് കാലാവസ്ഥ ഇതനുസരിച്ച് മാറി ഇരിക്കും. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. പുറത്തിപ്പോ നല്ല ചൂടുണ്ട്, പക്ഷെ നമ്മൾ അകത്ത് വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. ഇത് മെയിൻ ഇഷ്ടി കൊണ്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടി വെച്ച് പണിയുമ്പോഴത്തേക്കും ഇത്തിരി തണുപ്പായിരിക്കും. ഈ മറ്റേ വേറെന്തോ ഒരു പേര് കട്ട അതൊക്കെ ഇട്ട് പണിയുമ്പോഴത്തേക്കും ചൂടായിരിക്കും എന്ന് പറഞ്ഞു. ഇഷ്ടിയായിട്ടാണ് ഫുള്ള് പണിത്, താമസിക്കാൻ വേണ്ടി പണിത ആള്. തീർച്ചയായിട്ടും. അപ്പൊ കൃഷിയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഈ പുറകിലത്തെ സ്ഥലമൊക്കെ നമ്മളാണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പൊ എല്ലാം ഈ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇവിടെ എന്ത് നട്ടാലും നിറച്ചുണ്ടാവും. ഇപ്പൊ പയറ് കാര്യങ്ങൾ, അവക്കാഡോ ഉണ്ട്, ഇവിടെ തെങ്ങ്, ഒറ്റ തെങ്ങ് മതി നിറച്ച് തേങ്ങ. എന്ത് നട്ടാലും ഇവിടെ മുളക്, ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ വെറുതെ നട്ടങ്ങോട്ട് വളർന്നത്. എന്തുകൊണ്ടാന്ന് അറിയില്ല, ഇവിടെ അപ്പൊക്കെ അതിനോടൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് മണ്ണ് നല്ല സപ്പോർട്ടാണ് നമുക്ക്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ കൃഷിയൊക്കെ നീ ഇനി തുടരണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ എന്നെ വെള്ളം ഒഴിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെടി വാടിക്കരിഞ്ഞാലും ഞാൻ പോയി ഒഴിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അതൊരു നമുക്കൊരു ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഇപ്പൊ നമുക്ക് സമയം കിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഇങ്ങനെ നമുക്ക് ഒരു കാമായിട്ട് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്തൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ വീട്ടിലെ ഈ വീട്ടിലിപ്പോ അച്ഛന്റെ ഒരു ഓർമ്മ പറയുമെങ്കിൽ എപ്പോഴും ഒരു മെമ്മറി എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അച്ഛനുള്ള ഒരു സമയത്ത്? അപ്പൊ അപ്പ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കോളൂ. രാവിലെ എഴുന്നേറ്റപ്പോ നമ്മളൊക്കെ എഴുന്നേക്കുമ്പോൾ ക്ലാസ്സുള്ളാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേക്ക് നമ്മൾ എഴുന്നേക്കോളൂ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നനക്കലും പിടിക്കലും കാര്യങ്ങളും. അപ്പൊ ഇവിടെ സ്ഥലമില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിലൊക്കെ കൊണ്ട് വാഴ വെക്കും. പറയും 10 പടല ഞാൻ എടുക്കും, 2 പടല നിങ്ങൾക്ക്. കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോ പല ടൈപ്പ് മുളക്, പയറിന്റെ വിത്തൊക്കെ കൊണ്ടുവന്ന് നട്ടു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഒരു ഭയങ്കര ഫുഡ് എല്ലാരും ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത് അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്മ ചെറുപ്പത്തിലൊക്കെ പറയും, അപ്പൊ 1 മണിക്കൊക്കെ വന്ന് കോളിംഗ് ബെൽ അടിച്ച് തുറക്കുമ്പോഴൊക്കെ എനിക്ക് നടന്മാരായിരിക്കും കൂടെ. ഒരു ദിവസം അത് പഴയ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയാണെങ്കിൽ കൂട്ടി ചോറ് തന്നിട്ട് പോകും. ചേട്ടാ, നമ്മൾ ആദ്യം നോക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇത് വലിയ വിൻഡോ ആണ്, നല്ല ഹൈറ്റിലാണ് വിൻഡോ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആർക്കിടെക്ട് ഗെഞ്ചി ചേട്ടനായിരുന്നു, തൃശ്ശൂരാണ്. കണ്ടപ്പോഴേ പറഞ്ഞു വെച്ച് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിൻഡോസ് എല്ലാം നമുക്ക് താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത്. അത് ആ സമയത്ത് അങ്ങനെ വീടുകളിൽ അങ്ങനത്തെ ഒരു ഇപ്പൊ ഫ്രണ്ടിലാണെങ്കിൽ പോലും എല്ലാ വിൻഡോസിനും താഴത്തെ ഗ്രൗണ്ടിൽ ഫ്രണ്ട് കാണുന്ന എല്ലാ സ്ഥലത്തും വിൻഡോസും എല്ലാം നമുക്ക് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫ്രഞ്ച് മോഡല് കൈൻഡ് ഓഫ് വീടിന്റെ ഒരു ടെക്സ്ചർ കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അത് വിൻഡോസ് കാര്യങ്ങളൊക്കെ. അന്ന് ആ സമയത്ത് വീട് വെച്ച സമയത്ത് ഒരുപാട് പേര് വന്ന് നോക്കിയിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് അപ്പൊ പണ്ട് പറയുന്നൊരു വേർഡ് ഉണ്ടായിരുന്നു, പുറത്തുനിന്ന് കാണുമ്പോ ശീമാട്ടി ആയിരിക്കണം, വേറെ ചെറിയ പുറത്തുനിന്നുള്ള ലുക്കില് അടിപൊളിയായിരിക്കണം. അത് ആർക്കിടെക്ട് ആ ഒരു കൈൻഡ് ഓഫ് ഇതിൽ തന്നെയാണ് ചെയ്തത്. ഒരുപാട് പ്രാവശ്യം പൊളിച്ചു. കാര്യം വെച്ചാൽ പുള്ളി ഇരിങ്ങാലക്കുടിയുടെ പുള്ളിയുടെ സ്ഥലം. ആ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. പുള്ളി അപ്പൊ 1 മാസം 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും വരുമ്പോ ചിലപ്പോ പുള്ളിയുടെ രീതിക്കായിരിക്കുമല്ലോ പണിതേക്കണം. അപ്പൊ തന്നെ പൊളി. അപ്പൊ പറഞ്ഞ് 2 വീട് വെക്കണ്ട. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ട് എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നു. ഇത് സിനിമയിലെ സമയത്തായത് പണി പൂർത്തിയാകുന്നത് 2006 2007 ആ സമയത്താണ്. ഞാൻ +1 പഠിക്കുന്ന ആ സമയത്താണ്. അത് 4 വർഷം എടുത്തു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ടൈമിൽ തന്നെയാണ്. കാര്യം തെങ്കാശി പട്ടണം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സ്ഥലം മേടിച്ച് വീട് വെച്ചത്. ആ സമയത്ത് ഇന്നാണ് കണ്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് വളരെ ലിമിറ്റഡായ ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഇന്ന് ആർക്കും പെട്ടെന്ന് എൻട്രി ചെയ്യാം സിനിമയിലോട്ട്. പക്ഷെ നിലനിൽക്കാന്നുള്ളത് ഭയങ്കര പണിയാണ്. അവിടെയാണ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും അതിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. പുണ്യമൂന്നിന്റെ ദിവസം തന്നെ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി ഇത്ര. ഇവിടെ നോക്കുമ്പോ ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിലായിരുന്നോ? അത് അപ്പൊക്കെ ആരും ഗിഫ്റ്റ് കൊടുത്താൽ കണ്ടാണത്. അപ്പൊ റിലീജിയസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇന്ന മതത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഒരു ദിവസം അപ്പം മലക്ക് മലയിട്ടേക്കണേ. അപ്പം ഏതൊരു പള്ളിയിൽ അച്ഛൻ എന്നപ്പോഴത്തേക്കും അപ്പൊ കറുത്ത മുണ്ടൊക്കെ കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ പ്രാർത്ഥിക്കാൻ വന്ന അപ്പൊ പറഞ്ഞ് അച്ഛാ ഞാൻ മലക്കുവന്മാല അച്ഛൻ ഇറങ്ങി അങ്ങോട്ട് പല ടൈപ്പ് എല്ലാ ചില ആൾക്കാർക്ക് അത് ഇതാവൂല. അപ്പൊ എല്ലാം ഒരു മനുഷ്യരിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മ എന്താ
അല്ലാണ്ട് ഒരു കൃത്യമായ ഒരു മതം അങ്ങനെ ഒന്നും നോക്കണതല്ല. പിന്നെ ഇത് അപ്പൊ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറയായിരുന്നു നാടകത്തിൽ ഫണ്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ യേശുവിന്റെ പടമൊക്കെ വെക്കും. അപ്പൊ അതേപോലെ ഇങ്ങനെ ആരെ ഗിഫ്റ്റ് കൊടുത്താണ്. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് വെക്കാൻ തന്നെ ഒരു സ്പേസ് ഓൾറെഡി വീട് പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിസൈൻ പരിപാടിയൊക്കെ ആയിട്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് വീട്ടിലേക്ക് വീട്ടൊരാളുണ്ട് അനിയത്തിനെ വെച്ചാണ് ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഹലോ, ഹായ് ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ് കുഞ്ഞു സൗണ്ടിൽ ഹായ് പറഞ്ഞു. ഇവിടെ വരുമ്പോ ആദ്യം കാണുന്നത് നേരെ എല്ലാവരും വന്ന് ആദ്യം നോക്കുന്നത് ഇവിടെ ആയിരിക്കും. ഫോട്ടോസ് കൊറേയൊക്കെ പോയി, കൊറേ പഴയതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എടുത്ത് മാറ്റിയതാ. ഓക്കെ, ഞാൻ ആദ്യം നോക്കിയപ്പോ ഈ ഫോട്ടോയാണ് എനിക്ക്. അത് പണ്ട് മണിച്ചേട്ടനൊക്കെ ആയിട്ടൊരു പടമാണ്. മണിച്ചേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം ഇവര് അപ്പയായിട്ട് നല്ല ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വേറൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ വിളിക്കാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മനുഷ്യൻ അവര് ഓൾറെഡി ഒരുമിച്ച് നാടകം മറ്റേ മിമിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് പടത്തിൽ മനുഷ്യൻ 10-15ഓളം സിനിമകളിൽ ബെൻ ജോൺസൺ അങ്ങനെ ഒരുപാട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ ഫോട്ടോ ഇത് ദിലീപേണ്ട മായപ്പൊന്മൻ. അത് രണ്ടുപേരും അമ്പിളിച്ചേട്ടനും ഇവരുടെ ഒരു ഓർമ്മകൾ അനിഫിക്കായിട്ട് അടുത്താണ്, കലൂരാണ് അനിഫിക്കയുടെ വീട്. അമ്പിളിച്ചേട്ടൻ പണ്ട് വീട്ടിൽ വന്നൊരു കഥയുണ്ട്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് വെച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പൊ വിവാന്ത എന്നുള്ള ഹോട്ടലില്ലേ, പണ്ട് വേറൊരു പേരായിരുന്നു അവിടെ. അപ്പൊ അവിടെ നിന്ന് അമ്പിളിച്ചേട്ടൻ വണ്ടിയൊന്നും പറഞ്ഞിട്ടോ, ഞാനൊരു ഓട്ടോയിൽ കയറി വന്നോളാന്ന് പറഞ്ഞിട്ട് രാത്രി അമ്പിളിച്ചേട്ടൻ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി ഇപ്പൊ ഓട്ടോക്കാരൻ അവിടെ വെച്ചിട്ട് അമ്പിളിച്ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ വീടിന്റെ അവിടെ ഒന്ന് കൊണ്ട് ഇറക്കി. അപ്പൊ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്ത് ചെയ്യാനും പറ്റുന്നില്ല കേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ പോകും. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ട് അനിയാ എത്രയായിരുന്നു ചോദിച്ചു. പിന്നെ പുള്ളി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പുള്ളിനെ തിരിച്ചോട്ട് ആക്കിയിട്ട് ഓട്ടോക്കാരൻ പോലെ പുള്ളി കണ്ടില്ല ആരാണെന്ന് കയറി വിളിച്ചത്. ഈ ഒരു ഫോട്ടോയില് ഞാൻ കണ്ടു, ഇത് തന്നെയാണോ എനിക്ക് ഇതിനകത്ത് അത് തന്നെ പക്ഷെ ഏറ്റവും ഇളയ ആളാണ്, അപ്പയാണ് ഏറ്റവും ഇളയത്. അപ്പൊ ഇതിനകത്ത് 2 ചേച്ചിമാര് മരിച്ചുപോയി, റോസി ആന്റിയും ലീന ആന്റിയും കഴിഞ്ഞൊരു 4-5 മാസത്തിനിടയിൽ മരിച്ചുപോയി. ഫാമിലി അപ്പാപ്പൻ അമ്മമ്മ എല്ലാവരും ഉള്ള ഫാമിലി. ഇത് ഈ വീട് പണിയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? കാരണം ഒരു സമയത്ത് മലസിമ വന്നിട്ട് ഒരു വീടൊന്നും ഇല്ലാതെ സാധാരണക്കാരിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ ഒരു വീട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ അത് ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോ ഒരു അതെങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. ഈ ഇനാഗുറേഷനൊക്കെ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും ചെറിയ വീട് അതൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പൊ വലിയ ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ വിചാരിച്ച് ഒരു കാര്യം ചെയ്യും, ഒരു പണയത്തിന് ഇച്ചിരി കൊള്ളാവുന്ന വീട്ടിലോട്ട് പണയത്തിന് മാറാന്ന്. അങ്ങനെ ഒരുപാട് വീടൊക്കെ പോയി കണ്ട് ഒരു കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. അപ്പോൾ ഒരു പുള്ളി ബ്രോക്കർ പറഞ്ഞു മച്ചാനെ സൂപ്പർ വീടാണ്, നിസ്സാര കാശൊക്കെ വരുള്ളൂ പണയത്തിന്. അപ്പോൾ എന്നിട്ട് കളമശ്ശേരിയിലൊരു വീട് പോയി കണ്ട്. വീടെന്ന് പറഞ്ഞപ്പോൾ ബ്രോക്കർ പറഞ്ഞ് സൂപ്പർ വീടാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞ് ചെന്ന് ഞങ്ങൾ സന്ധ്യ സമയത്ത് ചെന്നപ്പോഴത്തേക്കും കുറേ റബ്ബറും തോട്ടത്തിനിടയിൽ ഒറ്റക്കൊരു വീട്. അത് കണ്ടാലേ പേടി. അപ്പൊ അന്നേ നിർത്തി. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. അപ്പൊ അത് ആളോട് പോയി സംസാരിച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ അങ്ങനെ പണിതൊരു 4-5 വർഷം കൊണ്ട് സ്വന്തമായിട്ടൊരു വീടായി. അന്ന് അങ്ങനെ പോയെങ്കിൽ പണയത്തിന് പോയി അങ്ങനെ നടന്നേന്. പിന്നെ അങ്ങനെ വെച്ച് കൊണ്ട് ഇപ്പൊ നമുക്കൊരു അഡ്രസ്സായി. ഈ വീട്ടിലെ ഇപ്പൊ അച്ഛനുള്ള സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ഏതായിരുന്നു ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഷൂട്ടൊന്നും ഇല്ലാത്തൊരു സമയത്ത്? അപ്പൊ ശരിക്കും എന്റെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2006 ആ സമയത്താണ് വീട് വെച്ച്. 2007 വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു 3 വർഷക്കാലം അപ്പൊ വീട്ടില് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ പഴയ വീട്ടിലായിരുന്നു. ഇവിടെ ആണെങ്കിലും അപ്പൊ പുറത്താണ്. അപ്പൻ്റെ വില മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞ് 30 എന്നുള്ള ചടങ്ങുണ്ട്. അപ്പോൾ പറഞ്ഞ് അവിടെ അപ്പം സ്ഥിരം പോണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയി പറയണം. ഞാൻ ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്പോഴും പുറത്തേക്കും പോകാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഒരു ചായക്കടയാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും നല്ല തിരക്ക് ആൾക്കാർ ആ സാമ്പാറോട് വിളിച്ചിട്ടുണ്ടോ മറ്റോട് മറിച്ചോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ചേച്ചി എന്താ മോനെ കഴിക്കാൻ വേണ്ട? അതല്ല ഞാൻ മച്ചാൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഒരു സാമ്പാർ നിർത്തി വെച്ചിട്ട് ഒരു ഒറ്റ കരച്ചിൽ കെട്ടിപ്പെടുത്തു. ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അത് അവരുടെ ആയിട്ടുള്ള സിങ്ക് ഭയങ്കര വെച്ചിട്ട് ഈ നമ്മളെ നാട്ടുകാരോടൊക്കെ ഭയങ്കര ഇതായിരുന്നു. ട്രോഫി മെമന്റോ, മന്നാർമത്തായി, തെങ്കാശിപ്പട്ടണം, പറക്കുന്നല്, ദിലീപേട്ടനായിട്ടാണ് ഒരുപാട് പടങ്ങളിൽ ചെയ്തത്. കൊച്ചി ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ദിലീപേട്ടനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 30 മേലെ പടങ്ങളിൽ അപ്പൊ വരിക്കുന്ന സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപേട്ടനായിട്ട് ഒരുപാട് പടങ്ങളിൽ
ചെയ്തിട്ടുണ്ട്. മമ്മൂക്കേട്ടൊക്കെ 2-3 പടങ്ങളിൽ മമ്മൂക്കേട്ട അറിയാം, കേട്ട് ഭയങ്കര അറിയുന്നതാണ്. എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്, സുറുമി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പേര് ലോഞ്ച് ചെയ്തത് മമ്മൂക്കയാണ്. പക്ഷെ നമുക്ക് എല്ലാരെ കുറിച്ച് നല്ല ഓർമ്മയുണ്ടാവല്ലോ. ഇപ്പൊ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? അല്ല, ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ഫേമാണ്. അപ്പൊ സുറുമി എന്റെ മോളുടെ പേരാണല്ലോ. ഞങ്ങള് സെറ്റ് ഇവിടെ സപ്ത സ്റ്റുഡിയോയിലാണ്, അവിടെ പോയിട്ട് ലോഞ്ച് ചെയ്തത്. ഞാൻ എന്റെ ഫ്രണ്ടും കൂടിയാണ്. ഒരു 1 year ആകുന്നു. പൊതുവെ നമ്മൾ കോമഡി ഒക്കെ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകള് വീട്ടില് ഭയങ്കര സീരിയസ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. എങ്ങനെ വീട്ടിൽ എങ്ങനെയായിരുന്നു? വീട്ടിലെ ആള് സീരിയസ് ആണ് ആണല്ലേ? കാര്യം ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും എല്ലാവരും അച്ഛൻ ഭയങ്കര കോമഡി. അപ്പോൾ എനിക്ക് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണമാണ്. എവിടെ ചെന്നപ്പോഴത്തേക്കും മച്ചാമ്പ്രശ്ശിന്റെ മോനല്ലേ, ഒരു തമാശ പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പം കോമഡി ആർട്ടിസ്റ്റിന്റെ മകനായിട്ട് തമാശ പറയാൻ പറഞ്ഞു. ഇപ്പൊ ഇനി വല്ല പാട്ടുകാരന്റെ മോനാണെങ്കിൽ പാട്ട് പാടാൻ പറയും, ഡാൻസറിന്റെ മോനാണെങ്കിൽ ഡാൻസ്, PT ഉഷയുടെ മോനാണെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഞാൻ എപ്പോഴും അപ്പൊ തന്നിരിക്കുന്ന വീടും ഇതിനെക്കാട്ടും കൂടുതൽ ഞാൻ വാല്യൂ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എപ്പോഴും ഇനിയുള്ള സിനിമയാണെങ്കിൽ ഇതിലാണെങ്കിൽ പോലും ഇപ്പൊ കമ്പയർ ചെയ്യുന്ന ബന്ധങ്ങളിലൂടെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു നല്ലൊരു ബന്ധങ്ങൾ കീപ്പപ്പ്, അത് ഇഷ്ടംമാരെ നല്ല ബന്ധങ്ങൾ അപ്പം തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം അത് കൂടുതലും അപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് കൂടുതലും നിൽക്കുന്നത്. എനിക്കറിയാം, അവരൊക്കെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ് ഇപ്പോഴും. വീട്ടിലങ്ങനെ വരുന്ന വീട്ടിലുണ്ടാവും. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കൂല, ആള് വീട്ടിൽ വേണം, ആ കൂടെ ആരെങ്കിലും വേണം. 2011 അദ്ദേഹം നമ്മളുടെ 2011 അതിനുശേഷം എങ്ങനെയായിരുന്നു വീട്? അദ്ദേഹത്തിന് അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു മരണമായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പക്ക് ആ അസുഖം ക്യൂറായിരുന്നു, ഒരു സൈഡ് എഫക്റ്റിൽ വന്ന ഒരു കാര്യം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭയങ്കര നമുക്ക് അമ്മ സംഘടനയിൽ നിന്നൊക്കെ ഭയങ്കര ഹെൽപ്പ്. അത് എപ്പോഴും നമ്മൾ അത് കാണുന്ന അതേപോലെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ 12 ലക്ഷം രൂപ. അപ്പോൾ സംഘടന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നു സംഘടന എന്തിനാണ് അവർ ചെയ്യുന്നത്, പക്ഷേ ചെയ്തതെന്ന് ആർക്കും അറിയാൻ പാടില്ല. വെച്ചാൽ ആ ഒരു സംഘടന ഉള്ളതുകൊണ്ട് നിലനിന്ന് പോയൊരു കുടുംബമാണ് ഞങ്ങളുടെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇപ്പം ദിലീപേട്ടൻ, മമ്മൂക്ക, ഒരുപാട് പേര്, അശ്വനങ്ങൾ ഒരുപാട് പേര് ആ സമയത്ത് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനൊക്കെ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ 2.5 ലക്ഷം രൂപ ബില്ലായ സമയത്ത് പെട്ടെന്നാണ് ആൻഡ്രൂ ചേട്ടൻ അവരൊക്കെ ആയിട്ട്. പിന്നെ ഇവരൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അമ്മ മഴവിൽ, അങ്ങനെ ഒരു പ്രോഗ്രാമിന് അവരുടെ റെമ്യൂണറേഷൻ ഡയറക്ഷൻ ചെയ്ത ലാൽ സാറ്, ഷാഫി സാറ്, സച്ചേട്ടൻ, അവരൊക്കെ റെമ്യൂണറേഷൻ നമുക്കായിട്ട് ചെയ്തു തന്നെ. ഈ ഫീൽഡിലൊക്കെ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ചില ആൾക്കാർ സംഘടനയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയണത്. പിന്നെ തീർച്ചയായിട്ടും അത് ആദ്യത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2-3 കൊല്ലം ഭയങ്കരമായിട്ട് നമുക്ക് പ്രയാസം, അപ്പയുടെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതൊരു ഷൂട്ടിങ്ങിന് പോയ പോലത്തെ ഒരു ഫീലാണ്. ഞാൻ ഇപ്പം അച്ഛൻ്റെ അപ്പൻ്റെ ഒരു ഓർമ്മയില് എന്തൊക്കെ സാധനം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഒരു ഓർമ്മയിൽ എന്തെങ്കിലും? അതൊരു പറഞ്ഞൊരു കോമഡി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ ഫാദർ കുക്കായിരുന്നു. അപ്പൊ അന്ന് തലമുറയായിട്ട് കൈമാറി വന്നിരുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു, ഒരു വാള് പോലത്തെ കത്തി, അരിയാനും മീൻ വെട്ടാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്ക് മീൻ പിടുത്തമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ മഴയൊക്കെ പെയ്യണ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ മഴയത്ത് റോട്ടിൽ അവിടെയൊക്കെ പോകും. പോയ സമയത്താണ് ആ സമയത്താണ് ഒരു ദുരഭിമാന കൊല എന്ന് പറഞ്ഞിട്ടൊരു മരട്ടിൽ ഏതൊരു പെങ്കൊച്ചിന്റെ മറ്റേ ചെക്കനെ തട്ടിക്കൊണ്ട് പോയിട്ട് വീട്ടുകാർ. അപ്പൊ ആ സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ കത്തിയായിട്ട് റോട്ടിൽ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്ന പോലീസുകാർ ഒന്ന് കണ്ടുപിടിച്ച് കത്തി എടുത്തോണ്ട് പോയി. കിട്ടിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു അപ്പന്റെ പാരമ്പര്യമായിട്ട് ഇതാണ് കത്തിയും കൊണ്ട് പോയി. അത് ഭയങ്കര ഞാൻ തപ്പുന്നുണ്ട് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന അങ്ങനത്തെ ഒന്നും അപ്പന്റെ പേര് തന്നെയാണ് ഏറ്റവും വലുത്. ഇപ്പം ഒരുപാട് സിനിമകള് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ഇന്നും ഈ പറഞ്ഞ കലാകാരന്മാരുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ അവരെ ജീവിക്കും എന്ന് പറയുന്നതാണ്. ഏറ്റവും ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോഴും വന്നു കയറിയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഡയലോഗുകള് ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ തമാശ രൂപേണ സംസാരിച്ചു പോകല്ലോ. അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അല്ലെങ്കിൽ ഡയലോഗുകൾ ഉണ്ടോ? ഡയലോഗ് എനിക്ക് മീശമാധവൻ ഭയങ്കര ഇഷ്ടം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ മീശമാധവനിൽ ആ ഡയലോഗ് ഉണ്ടല്ലോ,
പെഡലിന്ന് വിളിക്കുമ്പോഴത്തേക്കും അപ്പൊ താഴെന്ന് ഹനീഫിക്ക പെഡലിന്റെ അച്ഛൻ എന്ന് പറയും. അപ്പൊ ക്ലാസ്സിൽ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ പിള്ളേര് വിളിക്കും, പിന്നെ പെഡലിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കൊച്ചിനീഫയുടെ ശബ്ദത്തിൽ എന്റെ അച്ഛൻ എന്ന് പറയും. ഇതൊരു ദിവസം പഠിപ്പിക്കുന്ന സാറ് എന്നെ വിളിച്ച്, ഞാൻ സാറാണെന്നുള്ള ശ്രദ്ധിച്ചില്ല, അങ്ങനെ തിരിച്ചുള്ളത് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞത്. അതൊരു കോമഡി ആയിട്ടാണ്, പുള്ളിയെ കോമഡി ആയിട്ട് എടുത്തത്, അതിന് വലിയ കുഴപ്പമുണ്ടായി പോയില്ല. അത് അപ്പൻ്റെ ആ സംസാരം വെച്ചൊരു ആൾക്കാർ നമ്മളെ അത് പക്ഷെ നമുക്കൊരു രസമാണ്. ആ ഒരു ടോൺ വെച്ച് നമ്മൾ പറയും. പന്തലിന്റെ സംഭവം തമാശക്ക് പറഞ്ഞാണ് അത്. ഞാൻ വേറെ സംഭവിച്ചു, ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ഇഷ്ടങ്ങൾ ആരെങ്കിലും ഒക്കെ പുറകെ കിടക്കല്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ ആ പെണ്ണിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയടാ. ഞാൻ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു അതെ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് തമാശക്കാണ് സീരിയസ് ആയിട്ടാണ്. ഞാൻ സീരിയസ് ആയിട്ടാണ്. എന്നാ കൊള്ളാം, ഒരുമാതിരി തമാശ എനിക്ക് അവരും ഡയലോഗ് വെച്ചിട്ടാണ് അത് നമുക്കൊരു രസമുള്ള കാര്യമാണ്. പിന്നെ അപ്പൻ്റെ ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ ട്രോളിൽ ഇപ്പൊ പലതിലും ട്രോള് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപ്പെട്ടതിലൊക്കെ അപ്പയുടെ ഇത് വരുന്നുണ്ട്. അപ്പ സലീംകുമാർ, സുരാജ് ഏട്ടൻ അവരുടെയൊക്കെ എല്ലാവരും വരാറുണ്ട്. നമുക്കിപ്പോ അതൊരു ഒരു കോമഡി ആയിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ എവിടെ പോയിരിക്കുകയാണ്, സദാസമയം ഇപ്പൊ ഫോൺ തുറന്നാലും ഇപ്പൊ എന്തെങ്കിലും കോമഡി സീക്വൻസ് ആയിട്ടാണെങ്കിൽ എപ്പോഴും വന്നു പോകുന്ന ഒരു 150ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പടമായിട്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഒരു 6 വർഷം മുമ്പ് വരെ അപ്പനെ ഇനാഗുറേഷൻ വേണ്ടി ചോദിച്ചു ഒരാൾ വിളിച്ച്, അമ്മേനെ വിളിച്ച്. അവരും വിട്ടുപോയി. അവരിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും ഹനീഫിക്ക പരിചയം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. കുറെ പേരുണ്ട് അങ്ങനെ. അവരുടെ ഒരു ഭാഗ്യം കൂടിയാണ്. അത് ഭയങ്കര ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ഫീൽഡിൽ നേരത്തെ പറഞ്ഞാൽ വന്നതിനെക്കാട്ടും ഉപരി ഒരു പേരുണ്ടാക്കാൻ നിലനിന്ന് പോവാന്നുള്ളത് ചെറിയ കാര്യമല്ലത്. ഇതേപോലെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ അച്ഛനുണ്ടാക്കിയ ഒരു പേരുണ്ടല്ലോ, അപ്പൊ അത് മകൻ എന്ന രീതിയിൽ അതൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഭയങ്കര. അത് നമുക്ക് ഇടക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്കിപ്പോ ഞാനിപ്പോ പണ്ട് പറയായിരുന്നു, നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് ക്യൂ നിൽക്കാം, നിന്റെ അപ്പനെ പോലെടാ, പക്ഷെ എനിക്ക് അങ്ങനെ ക്യൂ നിൽക്കണതാണ് ഇഷ്ടം. ക്യൂ നിന്ന് പടം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. അത് നമുക്ക് ബേർഡൻ നമുക്ക് വളരെ ഇതാണ്. നമ്മൾ എന്ത് ചെയ്താൽ പോലും ഇപ്പൊ എനിക്കൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ക്ലയന്റുകൾക്ക് എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ചിലപ്പോൾ 10 ദിവസം വൈകിയാൽ പോലും ക്വാളിറ്റി ഞാൻ കുറക്കില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ക്വാളിറ്റി പരമായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും മച്ചാൻ്റെ മോൻ്റെ ചെയ്തത് അത് നമുക്ക് ഭയങ്കര തലയിലെ പൊക്കത്തെ എപ്പോഴും ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഒരു ഏതൊരു സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മളത് നോക്കി നമുക്ക് അതുകൊണ്ട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പല സ്ഥലത്താണെങ്കിലും പ്രാവശ്യം പോലീസ് പിടിച്ചപ്പോഴത്തേക്കും അത് ഞാൻ PRO ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വൈറ്റിലെ വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റും ഇല്ല ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് പോലീസ് പിടിച്ചപ്പോഴത്തേക്കും ഞാൻ ഇന്നാളുടെ മോനാന്ന് പറഞ്ഞില്ല. എന്നെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനെ വിളിച്ച വന്നോന്ന് പറഞ്ഞു. അപ്പോൾ വന്നപ്പോഴാണ് പോലീസുകാർ ഇന്നാളാന്ന് പറയുന്നത്. പോലീസുകാർ അപ്പോൾ തന്നെ പറഞ്ഞ് മച്ചാനെ മോനാന്ന് പറയണ്ടേ, നമ്മൾ വിടൂല്ലേ? അപ്പോൾ ഞാൻ കൊള്ളാം. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഫോൺ പിടിച്ചോണ്ട് പോലീസുകാർ വട്ടം വെച്ച് നിർത്തി. പിടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ മച്ചാമ്പ്രസിന്റെ മോനെ 6 മോനാണ് എനിക്ക് കയറാൻ. അപ്പൊ പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും സത്യം. ഒരുപാട് സന്തോഷം. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ അച്ഛനോടുള്ള ഒരു സ്നേഹവും ആ ഒരു മെമ്മറീസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എവിടേക്ക് നമ്മുടെ കൂടെ തന്നെ ഒരാളെ കുറിച്ച് പറയുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവുള്ളൂ. എപ്പോഴും അപ്പയുടെ പേര് നമ്മൾ ചോദിക്കുമല്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ പറഞ്ഞ ഒരു ഡയറക്ഷൻ ആഗ്രഹമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുമ്പോ മറ്റേതിൽ പറഞ്ഞ ലേറ്റ് ആവുന്നാലും പോകുന്നത് അതിന്റെ പണിപ്പുരയിലാണല്ലോ. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോ ഇനി ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി കഴിഞ്ഞ് അതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണമല്ലോ. എന്തായാലും ഒരു 5-6 മാസത്തിൽ അതിന്റെ തീരുമാനം ആകും. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഒരു അതിന് ആ ഒരു ബേർഡൻ തലേരെ പൊക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയും കൂടിയാണ്. കാരണം നമ്മള് കുറച്ച് വൈകിയാലും ചെയ്തില്ല എന്നുള്ളൂ. പക്ഷെ ചെയ്യണ സമയത്ത് അത് അത്ര ആ ഒരു ഓക്കെ എന്തായാലും നന്നായിട്ട് വരും. എല്ലാ കാര്യങ്ങളും വരും. നേരിട്ട് കാണാനും അദ്ദേഹം താമസിച്ചൊരു വീട്ടിൽ വന്നിട്ട് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ മകനെയും കൊച്ചുമകനെയൊക്കെ കാണാൻ പറ്റിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും ഇനി ഇവിടുത്തെ ഒരു അടുത്തൊരു പറയാൻ പറ്റില്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ആരാ ഗെയിം തരുവാ. ആരാണ് ഇഷാൻ? ഇതാണ് വലിയ സെലിബ്രിറ്റി. ഇഷാന്റെ സിനിമയിൽ അഭിനയിക്കണോ? സിനിമയിൽ സിനിമയിൽ അഭിനയിക്കണോ ഇഷാന്? സിനിമയിൽ അഭിനയിക്കണം. അതെന്താ നേരത്തെ പറഞ്ഞില്ല വലുതാകുമ്പോ അഭിനയിക്കുമെന്ന് പറഞ്ഞില്ല. വെറുതെ തമാശ പറഞ്ഞതാ. ഇതാരെന്നറിയോ? ആണോ? ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? ഇന്നൊരു പടം കണ്ടല്ല. ഏത് പടം കണ്ട?
ഇല്ല കേട്ടില്ല, ഒന്നുകൂടെ പറയണം. വെട്ടം. വെട്ടം. വെട്ടാണോ കണ്ടത്? എടാ നീ ഇന്ന് പറഞ്ഞ സ്പീച്ച് എന്ന് പറഞ്ഞേ. അയ്യോ ആ ഗെയിമിന് അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ. ഇത്ത മണം വന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മൂമെന്റ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ഈ പറഞ്ഞ ഡ്രീം ഒക്കെ നടക്കട്ടെ, വലിയൊരാളാവട്ടെ. സിനിമയ്ക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കണ്ടതിലും സംസാരിച്ചതിലും ഒരുപാട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് കാര്യം നമുക്കൊരാള് ഇന്റർവ്യൂ എന്നൊക്കെ വരുമ്പോ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ പേടിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.